പ്രിയക്ക് ഇത്രയൊക്കെ ഒരു നോളജും ഇവരൊക്കെ വന്നത് എന്റെ കൂടെ കൂടിയതിനു ശേഷം ഒന്ന് പറഞ്ഞാൽ മതി ഓപ്പൺ ആയിട്ട്. അത് ഞാൻ അടിച്ചു തീർക്കുന്നത് കംപ്ലീറ്റ് പെണ്ണുങ്ങളുടെ മണം എന്റെ മേത്ത ഇപ്പൊ. ആക്ച്വലി സ്മെൽസ് ലൈക്ക് അറേബ്യൻ ഡെസേർട്ട്. കഷ്ടപ്പെട്ട് ഒതുക്കിയതാണ്. ഇതൊന്നും ഞാൻ 2 ദിവസം എടുത്തത് മൊത്തം ഒതുക്കാനായിട്ട്. ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്റെ അടപ്പ് തെറിച്ചു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ വീട് ഒതുക്കുമായിരുന്നു. ഡീക്ലട്ടറിങ്. എനിക്ക് തോന്നുന്നു ഡീക്ലട്ടറിങ്ങിനെ കുറിച്ച് ഇപ്പം എന്റെ റീലിൽ കുറെ വരുന്നുണ്ട്. ഡീക്ലട്ടറിങ് അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങൾ, പഴയ സാധനങ്ങൾ, ഡാമേജ് ആയ സാധനങ്ങൾ, ഉപയോഗിക്കാത്ത സാധനങ്ങൾ, ഇതൊക്കെ വീട്ടിലിരിക്കുന്ന ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എനർജിയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് തോന്നി ഞാനും അമ്മയും കൂടെ ഒന്ന് ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ്. ഹലോ, കണ്ടന്റ് ക്ഷാമോ? ഒന്നുമില്ലാത്തതുകൊണ്ട് പഴയ 5 വർഷം പഴക്കമുള്ള പെർഫ്യൂം ബോട്ടിലും എന്റെ ഡ്രസ്സുകളൊക്കെ കാണിക്കരുത്. ഞാൻ എന്താ 5 വർഷം പഴക്കമുള്ള എന്റെ പെർഫ്യൂം എനിക്ക് ഭയങ്കര ക്രേസ്. ഐ ലവ് ടു സ്മെൽ ഗുഡ്. I also love to smell good, but പ്രിയക്ക് ഇത്രയൊക്കെ ഒരു നോളജും ഇവരൊക്കെ വന്നത് എന്റെ കൂടെ കൂടിയതിനു ശേഷം ഒന്ന് പറഞ്ഞാൽ മതി ഓപ്പൺ ആയിട്ട്. അതിനു മുമ്പ് പ്രിയ യൂസ് ചെയ്തിരുന്നത് കൂൾ വാട്ടറും അതാ പറഞ്ഞ ആ റേഞ്ച് അതായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ കുറച്ച് പെർഫ്യൂം കളക്ഷൻസ് കാണിച്ചിട്ട് ഞാൻ ബാക്കി ഒതുക്കത്തിൽ പോവാം. അതുകൊണ്ട് എനിക്ക് ഒരു സ്മെൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ അതിൽ എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. പക്ഷെ ദില്ലു അങ്ങനെയല്ല. ദില്ലു ഇങ്ങനെ പെർഫ്യൂം കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്തത് വാങ്ങി. എനിക്കത് പാക്കറ്റ് പൊട്ടിച്ചിട്ടും കൂടി ഉണ്ടാവില്ല, എന്നാലും അടുത്തത് വാങ്ങും. അതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? അത് ഞാൻ എന്റെ കാണിക്കുമ്പോ കാണിക്കാം. അപ്പൊ എയർപോർട്ടിൽ പോയോ അപ്പൊ പെർഫ്യൂം ഒരു 5-6 എണ്ണം വാങ്ങി. അത്ര വാങ്ങില്ല. എന്തൊരു തള്ള പ്രിയ, ഇത് മാക്സിമം 2. ഈ അടുത്തുള്ള എല്ലാ പെർഫ്യൂം എയർപോർട്ടിൽ നിന്നല്ലേ വാങ്ങിയ? എയർപോർട്ടിൽ വാങ്ങി, പക്ഷെ 1 അല്ലെങ്കിൽ 2 മാക്സിമം വാങ്ങാറുള്ളൂ. ഇല്ല ഞാൻ എപ്പോഴും പറയും ദില്ലുവിനോട്, വാങ്ങുമ്പോ യൂണിസെക്സ് വാങ്ങിച്ച എനിക്ക്. അതാണ് പ്രിയയുടെ മെയിൻ ഉദ്ദേശം. പക്ഷെ ഞാൻ ആ പരിപാടി നിർത്തിയട്ടെ. കംപ്ലീറ്റ് മാസ്കുലിൻ സ്മെല്ലുള്ളത് ഇപ്പൊ ഞാൻ വാങ്ങുന്നത്. യൂണിസെക്സ് നിർത്തി. ഓക്കെ, അപ്പൊ പ്രിയയുടെ കുറച്ച് പെർഫ്യൂംസ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് എന്തോ 1-2 ഉള്ള പോലെ. ഇതൊക്കെ എല്ലാം ഔട്ട്ഡേറ്റഡ് ആയ സാധനങ്ങളാണ്. ഒന്നുമല്ല, ഒന്നുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും ജീവിക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഒന്ന് മതി, നല്ല സ്മെല്ല്. അപ്പൊ ഇനി തൊട്ട് ഞാൻ വാങ്ങുമ്പോ എനിക്കും കൂടെ അത് വാങ്ങുക, അത് നോക്കണം എന്നൊന്നും പറഞ്ഞു വരരുത്. തീർന്ന എന്ത് ചെയ്യും? ഓക്കെ, സോ ആദ്യം തന്നെ പ്രിയയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കാണിക്കാം. ക്ലോയെ. ഓക്കെ, ഇതാണ് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്റെ ഫേവറേറ്റാ. പക്ഷെ അതിപ്പോ കുപ്പി കണ്ടാൽ തന്നെ അറിയാലോ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. സോ ഇത് ഒരു നല്ലൊരു ഫെമിനിൻ സ്മെല്ലാണ്. ഏതായിരുന്നു എനിക്ക് പ്രിയ മാറി മാറി അടിക്കുന്നതുകൊണ്ട് എന്ത് സ്മെല്ല് ഇതിന് കൂടുതൽ? സമ്മർ ഫ്ലവറി. എനിക്ക് കൂടുതൽ ഫ്ലവറി സ്മെൽസ് ഇഷ്ടം. ഇത് അത്രയും ഫ്ലോറൽ അല്ല, ഇതൊരു ഗാർഡനിൽ പോയ ഫീൽ ഇല്ലേ? ഓർക്കിഡ്, ഒരു ഓർക്കിഡിന്റെ ഒക്കെ ഒരു ഫ്ലേവർ പോലെ എനിക്ക് തോന്നുന്നത്. നല്ലല്ലേ? കുറച്ച് സ്ട്രോങ് ആണ് ഇത് കേട്ടോ. നല്ലല്ലേ? പിന്നെ എനിക്ക് വെർസാഷയുടെ ഒരു പെർഫ്യൂം ഉണ്ട്, അതും എനിക്ക് ഭയങ്കര. എല്ലാം ഏകദേശം ഒരു ഫ്ലവറി സ്മെല്ലാണ്. ഇത് നോക്കട്ടെ, നമ്മുടെ ക്യാമറയിൽ ഇത് ഉണ്ടായിരുന്നെങ്കിൽ മണം വരുന്നതല്ലേ? ഫുഡിന്റെ ഒക്കെ മണം അടിച്ചേനെ. ഇത് വേറെ ഫ്ലവറിന്റെ സ്മെൽ. ഇപ്പൊ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. എന്തായാലും എനിക്ക് ഈ ലേഡീസിന്റെ പെർഫ്യൂംസിന്റെ കാര്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരെണ്ണം എനിക്കും പ്രിയക്കും ഭയങ്കര ഇഷ്ടമായത് ആ YSLന്റെ ഇന്റൻസ് ആണ്. അതില്ല കേട്ടാ, അതില്ല. പക്ഷെ നമ്മൾ ഈ അടുത്ത് എവിടെയോ പോയപ്പോഴും അതിന്റെ ഒരു ദുബായ് പോയപ്പോ നമ്മൾ അതിന്റെ ഒരു കോപ്പിയുടെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ അടിച്ചു നോക്കിയിട്ടില്ല, തുറന്നിട്ടില്ല. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഈസ്. എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അതിന്റെ സ്മെല്ല് കിട്ടിയ കൊണ്ടിട്ട് ഇത് വാങ്ങിച്ചു. പക്ഷെ അതെന്തായാലും നമ്മൾ ഒരെണ്ണം വാങ്ങും. അത് നമ്മള് എല്ലാ സ്ഥലത്തും പോകുമ്പോ നോക്കി വെക്കുന്നുണ്ട്. ഏറ്റവും നല്ല റേറ്റ് എവിടെ നിന്ന് കിട്ടുന്നത് അത് വാങ്ങും. അത് YSLന്റെ. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടാ, ഒട്ടും ലാസ്റ്റിംഗ് അല്ല. നമ്മൾ അതിന്റെ ബോട്ടിലും റിവ്യൂസ് ഒക്കെ കേട്ട് ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കേട്ട് പോയി വാങ്ങും. ഒരു കാശിനും കൊള്ളില്ല. എന്റെ എക്സ്പീരിയൻസ് ആണ്, ഒട്ടും നിക്കില്ല. ഇത് ഭയങ്കര ഇഷ്ടം. കൊക്കോ എന്ന് പറയുന്ന സംഭവമാണ്. നല്ലൊരു ഞാൻ അടിച്ചു കേട്ടു കേട്ടാ. ഓപ്പോസിറ്റ് ഞാനും പറയാം അതില്. പിന്നെ ഇത് നല്ലതാണ്. അതൊരു നല്ലൊരു ഫ്രാഗ്രൻസ്. അത് ആക്ച്വലി രാത്രി അടിക്കാനും അല്ലെങ്കിൽ ഒരു വിന്റർ ഫ്രാഗ്രൻസ് ആയിട്ട് ഉപയോഗിക്കാം. കാരോലിന ഹെറേറയുടെ ഗുഡ് ഗേൾ അല്ല, ബാഡ് ഗേൾ അല്ലേ അത്? അല്ല, ഗുഡ് ഗേൾ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും ആവട്ടെ, ഗുഡ് ഓർ ബാഡ്. ഇത് വിക്ടോറിയ സീക്രട്ടിന്റെ. ഇതിന്റെ ഇപ്പൊ എന്താ അറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിന്റെ ഈ സാധനത്തിന്റെ പമ്പിങ് പോയി. ഇത് എങ്ങനെ പുറത്തോട്ട് എടുക്കണം എന്ന് എനിക്കറിയില്ല. അത് വേറെ സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫ്യൂം ഉണ്ടാക്കുന്നവരില്ല, അത് ഇതൊഴിച്ച് വേറെ ഡിസ്പെൻസറിലാക്കി തരും അവര്.
അപ്പൊ ഇത് അതുകൊണ്ടാ ഇത്രയും ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇത് തീർന്നതന്നെ. സോ അതുണ്ട്. പിന്നെ ഇതും പൊട്ടിച്ചിട്ടില്ല. ഇത് പ്രിയക്ക് നീത്തു ഭീമ എന്ന് പറഞ്ഞ ഇവരുടെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാ. അത് ഒരു 2 വർഷം കഴിയുന്നവരെ ഇതുപോലെ ഇരിക്കും കേട്ടാ. ഇതൊക്കെ EDP ആണ്. നീത്തു കാണും ഇതൊക്കെ. നീത്തു എനിക്ക് പെർഫ്യൂം ഒന്നും തരില്ല. EDP ആണ് ഞാൻ ഉപയോഗിക്കും. നീത്തു ഇത്രയും കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുക. നമ്മൾ ആക്ച്വലി ബേസിക്കലി അറ്റ്ലീസ്റ്റ് ഒരു EDP ലെവലിലാണ് കൂടുതൽ വാങ്ങുന്നത്. EDT, EDP, പെർഫ്യൂം, പിന്നെ എലിക്സർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു EDP എങ്കിലും വാങ്ങിയാലേ നിൽക്കുള്ളൂ. അത് നല്ല ബ്രാൻഡ്സിന്റെ. ഇത് ഞാൻ കൊടുത്ത ഇത് ഞാൻ വാങ്ങിയത്. ഇത് നമ്മൾ തൈവാനിന്ന് വാങ്ങിയ. ഇതും പൊട്ടിച്ചിട്ടില്ല. പ്രിയക്ക് അപ്പൊ ഇനി ഒരു 6 monthsത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് പെർഫ്യൂം വേണ്ട. ഇതും EDP ആണ്. സി എന്ന് പറഞ്ഞ അർമാണിയുടെ. ഇത് പ്രിയ ഉപയോഗിക്കില്ല കേട്ടാ, വെറുതെ ആണ്. ഞാൻ വാങ്ങിക്കൊണ്ട് വന്നാൽ ഇത് ലാസ്റ്റ് ഞാൻ അടിച്ചു തീർക്കുന്നത്. കംപ്ലീറ്റ് പെണ്ണുങ്ങളുടെ മണം എന്റെ മേത്ത ഇപ്പൊ. എല്ലാം ബോഡി മിസ്റ്റ് ഞാൻ അടിച്ചു തീർക്കുന്നത്. അവരെ തീർക്കണ്ടേ? ഇല്ല, അത് തീർക്കത്തില്ല. അത് ഏകദേശം അറ്റ്ലീസ്റ്റ് എന്റെ ഒരു കാൽക്കുലേഷനിൽ 2 വർഷമായി ഇതെല്ലാം. ഇത് ഏതിന്റെ ബോഡി ഷോപ്പിന്റെ ആണെന്ന് തോന്നുന്നു, ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിന്റെ. ഇതൊക്കെ ഞാൻ അടിക്കുന്ന കേട്ടാ. കുളിച്ചു കഴിഞ്ഞ് ഞാൻ അടിക്കും അങ്ങോട്ട്. പിന്നെ ജിമ്മിൽ പോകുമ്പോഴും അടിക്കും. ഓക്കെ. പിന്നെ ഇത് ഞാനാ കൊടുത്തത്, ആ CKയുടെ ജാസ്മിൻ സ്മെൽ ഉള്ളത്, ബ്യൂട്ടി. യാ. സോ ഇതാണ്. ഇത് പക്ഷെ കൊറേ പഴയതാ. പോയി അത് പോയി പോകുന്നതാ. അതൊരു ജാസ്മിൻ സ്മെല്ല കേട്ടാ. അത് ഭയങ്കര ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടും CKയുടെ. നല്ല റിച്ച് ഓയിൽ. അതെന്താ അറിയോ, കൊറേ കാലം ഇരിക്കുമ്പോ അത് മെച്യൂർ ആവുന്നതാ. അതുകൊണ്ടാണ് ഞാൻ പെർഫ്യൂം എപ്പോഴും അല്ല, ആദ്യമേ പെർഫ്യൂം ശരിക്കും ഒന്ന് അടിക്കണം. അപ്പൊ ഓക്സിഡേഷൻ നടക്കും. എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 6 months കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് 3 months കഴിഞ്ഞ് എടുക്കുമ്പോൾ അതിന്റെ ശരിക്കുള്ള ട്രൂ സെന്റ് കിട്ടും. പൊട്ടിച്ച് അടിക്കണം. അപ്പൊ അതിന്റെ അകത്ത് എയർ കയറും, ഓക്സിജൻ കയറും. എന്നിട്ട് തിരിച്ച് ഡാർക്ക് ബോക്സിൽ അടച്ച് നല്ലൊരു റൂം ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് ഒരു 6 മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. എസ്പെഷ്യലി ഇതുപോലത്തെ ബ്രാൻഡഡ് അല്ലാത്ത പെർഫ്യൂംസ്. അത് ആക്ച്വലി വെയിലടിക്കാതിരിക്കാനാണ്. പക്ഷെ എല്ലാരും പെർഫ്യൂം അകത്തേക്കാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇതാണ്. പിന്നെ ഇതും നമ്മൾ അതുപോലെ ദുബായിൽ നിന്ന് വാങ്ങിയാണ് കോപ്പി. ഇത് ഏതിന്റെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഏതിന്റെ ഓർമ്മയില്ല. പക്ഷെ അവർ ഓരോ സെന്റിന്റെ കോപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ തന്നത്. സോ ഇതാണ് കുറച്ച് പെർഫ്യൂമിന്റെ പ്രിയയുടെ കളക്ഷൻ. ഇനി ഞാൻ എന്റെ കാണിച്ചു തരാം. എന്നിട്ട് വേണം എന്റെ ഡ്രസ്സിന്റെ കാണിക്കാൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. എന്താ ഓക്കെ. അപ്പൊ എന്തൊക്കെ അടിച്ചാലും എനിക്ക് ഇപ്പൊ ഇഷ്ടമുള്ളൊരു മണം എന്താ, ഇപ്പൊ എന്റെ ബാഗിൽ കൊണ്ട് നടക്കുന്ന പെർഫ്യൂം എന്ന് ഞാൻ പറയില്ല. അത് പെർഫ്യൂം അല്ല ആക്ച്വലി, പക്ഷെ അത് പെർഫ്യൂമിനെക്കാളും സ്ട്രോങ് ആയ മണം. ഇത് ഞങ്ങളുടെ വീക്ക്നെസ് ആണ് കേട്ടാ. ഇതുണ്ടെങ്കിൽ അതെ, തായ്ലൻഡിന്ന് തലവേരൊക്കെ പറക്കും. ഇത് നിങ്ങൾക്ക് മണക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷൻ ആണ്. എസ്പെഷ്യലി തലവേദന തരുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഇതൊരെണ്ണം പോക്കറ്റിൽ വെച്ചാൽ പിന്നെ അതായത് ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോ ഇത് ഭർത്താക്കന്മാര് പോക്കറ്റിൽ വെച്ചാൽ മിണ്ടാണ്ട് അവിടെ ഇരുന്നു അല്ലെ, ടെൻഷൻ വരുമ്പോ ഒറ്റ ഒരു വലിവ് വലിച്ചാൽ മതി. ഭാര്യ ഷോപ്പ് ചെയ്യുമ്പോ മിണ്ടാണ്ട് ഉറങ്ങിക്കോളൂ. അതെ, പക്ഷെ ഇതല്ല കേട്ടാ. ഇത് ഏകദേശം അതാണ്. പക്ഷെ ഹോങ്തായ് അല്ല. ഹോങ്തായ് ഒരു സ്റ്റോക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനെക്കാട്ടി ബെറ്റർ ഹോങ്തായ് തന്നെയാ. അത് എപ്പോഴും പറയും, നമ്മള് കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ നമ്മളുടെ ബെഡ്റൂമിൽ എപ്പോഴും നല്ല പെർഫ്യൂംസിന്റെ മണമായിരിക്കും. അത് കഴിഞ്ഞ് കുട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോൺസൺ ആൻഡ് ജോൺസണും അതിന്റെ ബേബി പൗഡറും ക്രീമും ഒക്കെ ആയിരിക്കും മണം. കുറച്ചും കൂടെ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണ്ണയുടെ മണങ്ങളായിരിക്കും, അതായത് തേച്ചുകുളിയും അതൊക്കെ. പിന്നെ അങ്ങ് കുറച്ച് കഴിഞ്ഞാലോ ഫുൾ മരുന്നുകളുടെ മണമായിരിക്കും. എന്റെ ഇപ്പൊ അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. എണ്ണ മരുന്നുകളുടെ മണമുണ്ട്. എന്റെ ഇപ്പൊ പെർഫ്യൂം സ്റ്റേജില്ല. എന്റെ ഇപ്പൊ മരുന്നുകളുടെ സ്റ്റേജ് ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഞാൻ കാണിക്കട്ടെ. ഞാൻ അധികം നീട്ടാതെ നോക്കാം, കാരണം മാക്സിമം സ്പീഡിൽ കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോന്റെ ലെങ്ത് കൂടും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇപ്പോഴും 1 million ആണ്. അതിന്റെ ഊത് എന്ന് പറഞ്ഞൊരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. റോയലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി. ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഫ്രേഗ്രൻസ് ജോൺ പോൾ ഗോട്ടിയറിന്റെ ഈ ഒരു സംഭവമാണ്. എന്റെ പേര് മറന്നുപോയി, എന്തായിരുന്നു എന്റെ പേര് മറന്നുപോയി. അതുപോലെ തന്നെ സുവാജിന്റെ എനിക്ക് ഇത് EDP ആണ്, പക്ഷെ പെർഫ്യൂം ആണ് കുറച്ചും കൂടി ഇഷ്ടം. സോ ഇത് രണ്ടുമാണ്. അല്ല, അത് കോൺസെൻട്രേഷനിലാണ് ഇരിക്കുന്നത്. നമ്മൾ പിന്നെ പെർഫ്യൂം എക്സ്പേർട്ട് ഒന്നും അല്ല, നമുക്ക് സ്മെൽ എൻജോയ് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷെ EDP അല്ലെങ്കിൽ പെർഫ്യൂം ആണ് ഏറ്റവും നല്ലത്, എസ്പെഷ്യലി ഫോർ ബ്രാൻഡഡ് പെർഫ്യൂംസ് ഇഫ് യു ലൈക്ക് സ്ട്രോങ് ആൻഡ് ലാസ്റ്റിംഗ് സ്മെൽ. ചിലർക്ക് അത്ര ഹെവി ആയിട്ട് വേണ്ടാത്തവര് EDTയും വാങ്ങും. അതുപോലെ തന്നെ ചിലർ ഡിയോഡ്രന്റും വാങ്ങും. സോ എൻ്റെ 1 million ഒരു ഡിയോഡ്രന്റ് ഉണ്ട്.
ദാറ്റ്സ് ഓൾസോ പ്രിറ്റി 1 മില്യൺ പെർഫ്യൂം കഴിഞ്ഞു. അത് കുറേ ആയി. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി ഒരു ചോക്ലേറ്റി കുറച്ച് അതുപോലത്തെ ഒരു സ്മെല്ലാണ്. ഭയങ്കര ഇന്റൻസ് സ്മെല്ലല്ല, കുറച്ച് ഊതിനൊക്കെ സ്മെല്ല് പോലത്തെ കിട്ടുന്നതുകൊണ്ട് ആ സമയത്ത് കുറച്ചൊരു ചോക്ലേറ്റ്, ഒരു നല്ല റിഫൈൻഡ് സ്മെല്ലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് ഇത്. സുഹാസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിന്റർ ഫ്രേഗ്രൻസ് ആണ്. ഈ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ററിൽ ഇടാനാണ്. സോ ഇത് ഒന്നില്ലെങ്കിൽ വിന്റർ അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ ക്ലബിങ് പാർട്ടീസ്, അത് നമ്മൾ പുറത്തുകൊണ്ട് അതിനൊന്നും ഉപയോഗിക്കാറില്ല. മാക്സിമം തിയേറ്ററിൽ രാത്രി പോകുള്ളൂ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാറില്ല. ഇത് ഏകദേശം ഒരു 1.5 വർഷമായി, പക്ഷെ എന്നിട്ട് ഇപ്പോഴും ഓൾമോസ്റ്റ് ഫുള്ളാണ് ഇത് കേട്ടോ. പക്ഷെ ഇത് കുറെ കഴിയാറായി. ഇത് നമുക്ക് രാവിലെ ഉപയോഗിക്കാം. പിന്നെ ദുബായിൽ ഭയങ്കര ഇൻസ്റ്റാഗ്രാം സെൻസേഷൻ ആയ യൂസഫ് ബൈ എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമർ ഉണ്ട്. പുള്ളിയുടെ ഞാൻ വാങ്ങിയാണ്. ഇതിന് ഒറിജിനൽ സെന്റിന്റെ ഒക്കെ പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. പക്ഷെ എനിക്ക് ഒരിക്കലും ഒറിജിനൽ അതിന്റെ മണം, ഇപ്പൊ ഇത് ലൂയി വിറ്റോന്റെ ഏതോ എന്ന് പറഞ്ഞാൽ വാങ്ങിയത്. അത്രയും തോന്നിയില്ലെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല സ്മെല്ലാണ്. പക്ഷെ ഒറിജിനലിന്റെ സ്മെല്ലൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഏറ്റവും നല്ല ഒരു സ്പോർട്ടി സ്മെല്ലുള്ള പെർഫ്യൂമാണ് ഡിയോർ ഹോമേ സ്പോർട്ട്. അതിന്റെ പെർഫ്യൂം അല്ലെങ്കിൽ EDP അല്ലെങ്കിൽ EDT ഏതാണെങ്കിലും നല്ലതാണ്. ഇത് പക്ഷെ ഡിയോഡ്രന്റ് ആണ്, ബട്ട് സ്റ്റിൽ ദിസ് ഇസ് വെരി നൈസ്. ഇത് ഇതുപോലെ YSLന്റെ ഞാൻ വാങ്ങിയാണ്. ഡ്യൂപ്പ്, മറ്റേ ദുബായിന്ന് ഡ്യൂപ്പ് അല്ല, കോപ്പി എന്ന് പറഞ്ഞ് വെക്കുന്നത്. കാരണം അവർ YSL എന്ന് പറഞ്ഞല്ല വെക്കുന്നത്. പക്ഷെ YSLന്റെ നമ്മളാ പറഞ്ഞ ഒറിജിനൽ ഇല്ലേ, അതെന്തായാലും വാങ്ങണം. അത് വാങ്ങാം. അതിന്റെ പേര് ഞാൻ പറഞ്ഞു, ഇന്റൻസ്. അത് ലിബ്രെ ഇന്റൻസിന്റെ പെർഫ്യൂം. അതാണ് പ്രിയക്ക് വേണ്ടത്. ഇത് ഞാൻ അടിച്ചു നോക്കി. YSLന്റെ കോപ്പി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഗുണമൊന്നുമില്ല, ചുമ്മാതായിരുന്നു. പിന്നെ യൂണിവേഴ്സൽ ഫേവറേറ്റ് ഓഫ് ഇന്ത്യൻസ്, കൂൾ വാട്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കൂൾ വാട്ടർ ഇഷ്ടമാണ്. പക്ഷെ ഏതൊക്കെ പെർഫ്യൂം എടുത്താലും ലാസ്റ്റ് കൂൾ വാട്ടർ മണക്കുമ്പോ അതിൽ ഫിക്സ് ആവും. എനിക്കല്ല, എനിക്കിപ്പോ മാറിയിട്ട് അതിന് പകരം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സമ്മേഴ്സിൽ നല്ല ഫ്രേഗ്രൻസ് വേണമെങ്കിൽ നോട്ടിക്ക വോയാജ്. ഇത് വലിയ എക്സ്പെൻസീവ് അല്ല, നല്ല ഫ്രഷ് അക്വാട്ടിക് സ്മെല്ലാണ്. ഇതിന്റെ കളർ പോലെ തന്നെയാണ്. ഇതൊക്കെ ഞാൻ ഇതുപോലെ തുറന്ന് 2-3 സ്പ്രേ അടിച്ച് ബോക്സിനകത്ത് വെച്ചിരിക്കുക. അല്ലല്ല, എനിക്ക് ഇവിടെ അടിക്കുന്ന ഇഷ്ടം. ഇത് സ്മെൽസ് റിയലി ഗുഡ്. ഒരു ഫ്രഷ് സ്മെല്ലാണ്, അടിപൊളിയാണ്. അതുപോലെ തന്നെ അല്ലേ. പിന്നെ ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡിയോറിന്റെ, ക്രിസ്ത്യൻ ഡിയോറിന്റെ ഒരു ഡിയോഡ്രന്റ് പോലെയാണ്. ഡിയോഡ്രന്റ് ആണ് ആക്ച്വലി ഇത്, പക്ഷെ ഇറ്റ്സ് ലൈക്ക് പെർഫ്യൂം. ഇത് ജിമ്മിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. പിന്നെ പിന്നെ എന്റെ കുറച്ച് കാഷ്വൽ ആയിട്ടുണ്ട്. മോണ്ട് ബ്ലാങ്കിന്റെ ഒരെണ്ണമുണ്ട്, കുഴപ്പമില്ല, ഇതൊക്കെ നല്ലതാണ്. CKയുടെ ഒരെണ്ണമുണ്ട്, ഇറ്റേണിറ്റി. ദിസ് ഇസ് നൈസ്, ഇറ്റേണിറ്റി ഇസ് നൈസ്. പിന്നെ ഞാൻ റോൾ ഓൺസ് ഉപയോഗിക്കും. ഞാൻ ഡിയോഡ്രൻസ് ഇപ്പൊ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല, റോൾ ഓൺസ് ഉപയോഗിക്കും. സോ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് CKയുടെ ഒബ്സഷൻ നൈറ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ ഈ നീഷ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞ കുറച്ച് ദുബായ് ബേസ്ഡ് അല്ലെങ്കിൽ ഗൾഫ് ബേസ്ഡ് പെർഫ്യൂം കമ്പനീസ് ഉണ്ട്. അവരുടെ ഫ്രേഗ്രൻസ് ആർ ആക്ച്വലി നൈസ്. ഇറ്റ്സ് റിയലി നൈസ്. കുറച്ച് സിന്തറ്റിക് സ്മെല്ല് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷെ എന്നാലും കമ്പയർഡ് ടു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 13,000 14,000 ഒക്കെ ആയിരിക്കും. എനിക്ക് ഈ ഇടയ്ക്ക് റോയ് ചേട്ടന്റെ വൈഫ് കാണിച്ചെന്ന കുറച്ച് പെർഫ്യൂംസ് ഇല്ലേ, 2 ഒന്ന് റോബർട്ട് കവാലിയുടെ ഏതോ കണ്ടായിരുന്നു, പിന്നെ ബുൾഗാരി, അങ്ങനെ ഏതായിരുന്നു, ഭയങ്കര നല്ല മണമായിരുന്നു അത്. അപ്പൊ ഈ നീഷ് ഫ്രേഗ്രൻസിന്റെ ഞാൻ 2-3 ട്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ഒരെണ്ണം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത് ലതാഫ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇവരുടെ കാമ്ര എന്ന് പറഞ്ഞാണ്. ദിസ് ആക്ച്വലി സ്മെൽസ് ലൈക്ക് അറേബ്യൻ ഡെസേർട്ട്. ദിസ് ഇസ് ആക്ച്വലി ഇവരുടെ പാക്കേജിങ്. ഇത് വലിയ എക്സ്പെൻസീവ് ഒന്നല്ല. ഇതൊക്കെ ഞാൻ ദുബായിൽ നിന്ന് തന്നെയാണ് കൂടുതൽ വാങ്ങുന്നത്. This smells like it smells like ഒരു rich dessert smell ആണ്. ഒരു rich dessert smell. If you want to smell like chocolatey and ഒരു അടിപൊളി സ്മെൽ ആണ്. ചോക്ലേറ്റും ഒരു നല്ല ആൽക്കഹോളും. It smells really good. I love this. ഡെസേർട്ട് കഴിച്ചമാണ്. അത് തന്നെ. സോ അങ്ങനത്തെ ഒരു റിച്ച് സ്മെല്ലിന് നല്ലതാ. ഇത് ആക്ച്വലി അവരുടെ ഒരു വെതറിനെ പറ്റുള്ളൂ. പക്ഷെ അത് ഐ ഫീൽ ഇത് കൂടുതലും യൂസ് ചെയ്യുന്ന ദുബായ്ക്കാരാണ്. ഇതൊക്കെ ദുബായ്. പിന്നെ ഒരു ക്രീഡ് എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂം ഉണ്ട്. അത് ഭയങ്കര എക്സ്പെൻസീവാ. അറൌണ്ട് 30,000 rupees സംതിങ്. ആ ക്രീഡിന്റെ ക്ലോൺ ആണിത്. അർമാഫ് എന്ന് പറഞ്ഞ ക്ലബ് ഡെ ന്യൂ ഇന്റൻസ് എന്ന് പറഞ്ഞ. ദിസ് വിൽ സ്മെൽ വെരി ലെമണി. ഇതും ഭയങ്കര ഫ്രഷ് സ്മെല്ല. ദിസ് ഓൾസോ റിയലി ഗുഡ്.
നല്ലൊരു മാസ്കുലിൻ ലെമണി അക്വാട്ടിക് നല്ല മണമുണ്ട്, നല്ല മണോ. സോ ഫ്രഷാ. ഇത് ആക്ച്വലി ക്ലോൺ പെർഫ്യൂംസ്. എനിക്ക് ഇഷ്ടായിട്ടാ ഇത്. ഇത് നല്ല മണോ, നല്ല മണം. എന്തിനാ എടുക്കാനായിരിക്കും. ഇത് പറ്റില്ല എടുക്ക, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ മാൻലി ആണ് കുറച്ചും കൂടെ. പക്ഷെ ഇതേ പറയുന്ന ക്ലോൺ പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലിന്റെ ഓൾമോസ്റ്റ് സെയിം സ്മെല്ലും ഫോർമുലേഷനും വെച്ച് ഇറക്കുന്ന ബ്രാൻഡഡ് വേറെ പെർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ കോപ്പി അല്ല, ഫേക്ക് അല്ല, ബ്രാൻഡഡ് പെർഫ്യൂം. അങ്ങനത്തെ അല്ല, ഇത് വലിയ എക്സ്പെൻസീവ് അല്ല, 4000 ഒക്കെ. പക്ഷെ അങ്ങനെ ഇത് 5000 കണ്ട. പക്ഷെ ക്ലോണില് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഈ ക്ലബ് ഡെ ന്യൂ ഇന്റൻസ് ആണ്. ശരിക്കും അസാസിൻ അല്ല, ക്രീഡിന്റെ സെയിം സ്മെല്ലാണ്. പിന്നെ ഷഗഫ് ഊദ്, ഇത് സ്വിസ് അറേബ്യൻ. ഇവരുടെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഇവരുടെ വളരെ ബേസിക് ആയിട്ടാണ്. പക്ഷെ ഇഫ് യു വോണ്ട് ടു സ്മെൽ ദാറ്റ് അറബിക് സ്മെല്ല് നന്നായി വേണമെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, കണ്ടു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയി തോന്നും പക്ഷെ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഈ ഒരു ഷഗഫ് ഊദ്. ദിസ് വിൽ സ്മെൽ ലൈക്ക് നല്ലൊരു ഊദ് സ്മെല്ലാണ്, ലോങ് ലാസ്റ്റിംഗും ആണ്. You smell like you are in Dubai. ഓ, ഈ റൂമകത്ത് ഫുൾ ഇനി പെർഫ്യൂം ആണ്. സോ ഇതായിരുന്നു ഞങ്ങളുടെ കുറച്ച് ഒരു കളക്ഷൻ. ഒരുപാടൊന്നും ഇല്ല. ശരിയാട്ടാ, ദുബായ് കേറിയ ഒരു ഫീലിംഗ്. ഇതാണ് ഞങ്ങളുടെ കുറച്ച് പെർഫ്യൂം കളക്ഷൻസ്. ശരിക്കും ദുബായ് പോയി വന്നു. എന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കറക്റ്റ് അല്ലേ? ഒന്ന് ഡെസേർട്ട്, ഒന്ന് ലെമണി, ഒന്ന് ദുബായ്. ഞാനിത് കുറെ ഇരുന്ന് നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടൈം പാസ് നോക്കുമ്പോ എനിക്ക് ഇതൊക്കെ പെർഫ്യൂംസ് ഒക്കെ എനിക്ക് നോക്കി വെച്ച് തന്നൂടെ. അതല്ലേ ഞാൻ മയസിൽ ലിബ്ര, ബിക്കോസ് പ്രിയയുടെ എനിക്ക് ഇഷ്ടം. അതാണ് ഏറ്റവും നല്ലതായിട്ട്. ഗൂച്ചിയുടെ ഒരു ഫ്ലവറി ഗാർഡനോ എന്തോ ഒരു പിങ്ക് കളർ ബ്ലൂ കളർ അത് നല്ലതാ. സോ ഇത്രയായിരുന്നു കളക്ഷൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂംസ് ഏതൊക്കെയാണ് നിങ്ങൾ കമന്റ് ചെയ്യാം. ബട്ട് വൺ റിക്വസ്റ്റ് പറയാൻ പറ്റില്ല, ബട്ട് ഒരു എന്റെ ഹംബിൾ ഒപ്പീനിയനിൽ നമ്മുടെ ഇന്ത്യൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല പെർഫ്യൂംസ് ഉപയോഗിക്കേണ്ടത്. ബിക്കോസ് നമ്മുടെ ഫുഡ് ആണെങ്കിലും നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ഒക്കെ ഇസ് ആക്ച്വലി ഒരു നമ്മുടെ മണത്തിന്റെ ഒരു ലൈക്ക് സ്മെല്ലിംഗ് വരുന്ന ഫുഡിനാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കോക്കനട്ട് ഓയിലിന്റെ സ്മെല്ലും ഫുഡിന്റെ സ്മെല്ലും പിന്നെ വീൽ സ്വെറ്റ് അല്ല, ബിക്കോസ് ഭയങ്കര ഹ്യൂമിഡ് ആണ്. ആൻഡ് ഇൻ എബ്രോഡിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻസ് സ്മെൽ ചെയ്യാന്നുള്ള രീതിയാണ്. എത്ര നിങ്ങൾ കമന്റ്സ് എടുത്ത് നോക്കിയാലും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു പെർഫ്യൂം നോക്കി നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നിങ്ങൾ നല്ല സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മീറ്റിംഗിന് ഓഫീസിൽ പോകുമ്പോൾ, പീപ്പിൾ വിൽ respect you because you smell good. കാരണം ആ സ്മെല്ലിംഗ് ഗുഡ് ഇസ് ആക്ച്വലി എ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോ നന്നായി ഡ്രസ് ചെയ്ത് പോകും, നന്നായി ചിലവരുടെ നമുക്ക് മണം കിട്ടിയാൽ അത് ഇറ്റ് വിൽ സ്റ്റേ ഇൻ അവർ മൈൻഡ്. അതും കറക്റ്റ് ആണ്. പക്ഷെ സ്മെൽ കമാൻഡ്സ് റെസ്പെക്ട്, അത് ഫാക്ട് ആണ്. നിങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു വാല്യൂ ആഡ് ചെയ്യേണ്ട സ്ഥലം അല്ലെങ്കിൽ ഒരു നല്ല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇഫ് യു സ്മെൽ ഗുഡ് യു വിൽ ബി റെസ്പെക്റ്റഡ് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വേറെ ലെവലിലായിരിക്കും നോക്കുന്നത്. നമ്മളിത് നാട്ടുമായിട്ട് പോകുന്നതും സ്മെല്ലായിട്ട് പോകുന്നതും, നമ്മൾ എത്ര നന്നായി ഒരുങ്ങി പോയാലും ഇഫ് യു സ്മെൽ ബാഡ് വാട്ട്സ് ദ പോയിന്റ്. നമ്മളിതിപ്പോ ലിഫ്റ്റിന്റെ അകത്ത് കയറുവാണെങ്കിലും ജിമ്മിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ ഓഫീസിൽ കളിക്കാൻ എന്താണെങ്കിലും, സ്മെല്ലിംഗ് ഗുഡ് ഇസ് ആക്ച്വലി ബേസിക് സിവിക് എത്തിക്കറ്റ്. ഇത് ഞാൻ പറഞ്ഞ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഏറ്റവും പൈസ ഉള്ളവർക്കല്ല. ഇപ്പം 100-200 ഇപ്പൊ എന്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. 300 രൂപയുടെ ഒരു പെർഫ്യൂം ഉണ്ട്. അത് ഞാൻ ഇതുപോലെ മെച്ചൂറാൻ വെച്ചിരിക്കുന്നത്. വൈൽഡ് സ്റ്റോൺ എന്ന് പറഞ്ഞത് 649 ആണ്. 300 or 299 കണ്ടുള്ളൂ. ഇതാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെ വാങ്ങിയാലും സാധാരണ ഒരാൾക്ക് 2 മാസമൊക്കെ നിൽക്കും. സോ അത് ഭയങ്കര എക്സ്പെൻസ് അല്ല. ബട്ട് നിങ്ങൾ സ്മെൽ ഗുഡിനും നമ്മൾ എത്ര ഹൈജീനിക് ആണെങ്കിൽ പോലും സ്പ്രേ അടിച്ചാലും അല്ലെങ്കിൽ പെർഫ്യൂം അടിച്ചാലും വിൽ സ്മെൽ ഗുഡ്. സോ അതാണ് നമ്മുടെ ഒരു ഇംപ്രഷൻ ആൾക്കാർക്ക് കൊടുക്കുന്നത്. സോ പ്ലീസ് യൂസ് ഗുഡ് പെർഫ്യൂം. ഓർ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല പെർഫ്യൂം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ടു ഒരു നല്ലൊരു ഇംപ്രഷൻ ആൾക്കാരുടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇനി ബാക്കി ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം കാണിക്കാം. ഒതുക്കി ഇവിടെ റാക്കൊക്കെ കാലിയാക്കിയിരിക്കുന്ന ഡ്രസ്സ് ഒതുക്കുന്നതുകൊണ്ടാണ്. പ്രിയ ആക്ച്വലി കുറെ ഡൊണേറ്റ് ചെയ്ത് കേട്ടോ. പക്ഷെ ആസ് യൂഷ്വൽ പ്രിയക്ക് കണ്ട ഒരു ഓർഗനൈസ്ഡും അല്ല, എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത്. എന്താ പ്രിയ ഇത്? ഷെയിം ഓൺ യു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനൊക്കെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. ജെല്ല് എവിടത്തെ ആയിരുന്നു? എനിക്ക് തോന്നുന്നു ജോർജിയയിലാന്ന് തോന്നുന്നു. കണ്ടോ, ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ഇട്ടിട്ട് പോലും ഇല്ല. ഇനി തൊപ്പിയുടെ കളക്ഷൻസ്, തൊപ്പികൾ നോക്കിയോ? എനിക്ക് ഇനിയുണ്ട് കേട്ടോ കുറച്ച്, അതെവിടെയാണെന്ന് അറിയില്ല. ഒന്ന് ഇത് BMW-ന്റെ, ഇത് ഞാൻ ജപ്പാനിൽ നിന്ന് വാങ്ങിയതാണ്, എനിക്ക് ഓർമ്മയുണ്ട്, സ്ട്രീറ്റിൽ നിന്ന്. ഇത് ഫേസ്ബുക്കിൽ നിന്ന് ഒരു കോംപ്ലിമെൻ്ററി കിട്ടിയത്, ഫേസ്ബുക്കിൻ്റെ തൊപ്പി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ന്യൂയോർക്കറിൻ്റെ ആണ്, MLB-യുടെ ആണ്. സോ LA. ഇത് എക്സസൈസ് തൊപ്പി, ഇത് ഒരെണ്ണം. ഇത് ഞാൻ ജപ്പാനിൽ നിന്ന് വാങ്ങിയതാണ്, വാൻസ്. ഇത് എക്സസൈസിൻ്റെ. MLB സ്റ്റീവ് മെയ്ഡൻ, ഇത് ഞാൻ ത്രിഫ്റ്റിൽ നിന്ന് വാങ്ങിയതാണ്. ന്യൂയോർക്കർ, ഇത്
ഇതൊരു പ്യൂമ. ഇതേതാണോ? ഇത് പഴയ തൊപ്പിയാ. എക്സസൈസ് അണ്ടർ ആർമർ. ഇത് പ്രിയക്കാറ് കൊടുത്തത്. ഇതേ കുറച്ച് പ്യൂറോ ഇരിക്കുന്നു. ഇതൊക്കെ ഞാൻ ഭാഗ്യത്തിന് കന്നിമൂലയെ കൊണ്ട് കുറച്ച് വെക്കുന്നതാണ്, പിന്നെ മറന്നു പോകും. അല്ലാത്ത ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു കറൻസി ഇത് ഒതുക്കിയപ്പോൾ കിട്ടിയായിരിക്കും. ഇതെന്താ? ഇതൊന്നും നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല വേദു. ഫേസ് കളറിംഗ് പെൻസിൽ. എന്തിതൊന്നും ഉപയോഗിക്കാത്ത? എനിക്ക് കളറിംഗ് ഒന്നും അറിയില്ല ആരുടെ. ദിയയുടെ കൊടുത്തു കഴിഞ്ഞാൽ ദിയ വരച്ചു തരും മുഖത്ത്. ദിയ ഭയങ്കര ഡ്രോയിങ്. അതെ. ദിയോ കുശുമ്പ് ഒക്കെ മുഖത്ത്. എല്ലാരും ഒന്നും ഇല്ല. ദിയ മേരിയൻ ആന്റി ഒക്കെ നന്നായി ഡ്രോ ചെയ്യും. നിരഞ്ജനെ നന്നായി ഡ്രോ ചെയ്യും. അതെ. അയ്യോ പിന്നെ അയ്യോ മോൻ കണ്ടാ മതി. വേദു എന്നെ പോലെ തന്നെയാ. അയ്യോ എന്തൊരു തള്ള വേദു. തള്ളി ഞാൻ ഈ മതില് പൊളിഞ്ഞു പോവല്ലോ. റിയലിസ്റ്റിക് ആയി ഡ്രോ ചെയ്യുന്ന ഒരാള്. ക്യാമറനെ കാട്ടി റിയലിസ്റ്റിക് ആയി ഡ്രോ ചെയ്യോ? എന്റെ അമ്മോ. എന്താ വേദു തള്ളുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടാ. ഇന്നത്തേക്കായി ഇനി എന്റെ ക്യാമറയിൽ ഇതിക്കുള്ളിൽ തള്ളിന്ന് കേറില്ല. ഞാൻ കുറച്ച് പാൻസ് ആണ്. ഇത് അഡിഡാസിന്റെ. ഇതൊക്കെ തുറന്ന് കാണിക്കണുണ്ട്. ഇതൊക്കെ നല്ല പാൻസ്. കുറെ വേണ്ടാത്തൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് ആ പാൻസ്. ഇത് വൈറ്റ് ലിനൻ. ഇതൊരു ബ്ലൂ ഡെനിം പോലെ. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. ചാപ്സിന്റെ ഒരു ബാഗ്. ഇത് വാൻസിന്റെ. ഇതൊരു പാരഷൂട്ട് പാൻസ്. അപ്പൊ പല രീതിയിലുള്ള പാൻസുകൾ മാത്രം. ഇതൊക്കെ ഞാൻ എവിടുന്നോ ജോർജിയെന്നൊക്കെ വാങ്ങിയാന്ന് തോന്നുന്നു. ഇതൊക്കെ നല്ല പാൻസ് ആണ്. ഫോർമൽ പാൻസ്. നമ്മൾ ഫോർമൽ ഇവന്റ്സ് ഒന്നും പോവാറില്ലല്ലോ. പാൻസ് തന്നെ 1 2 3 4 5. ഇതൊക്കെ പഴയതാണ്. ഇതൊക്കെ എനിക്ക് കല്യാണത്തിന് മുമ്പ് വാങ്ങിയതാ. ഇതൊക്കെ തിരിച്ച് ഇതിലൊക്കെ കയറണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ഞാൻ കളയാത്തത്. ഇതിലൊരു 10-15 പാൻറ് ഒരു 10 കൊല്ലത്തിന്റെ മുകളിൽ പഴക്കം കാണും. പക്ഷെ ഒന്നും കളർ പോലും പോയിട്ടില്ല. ഏകദേശം 10 11 12 13 14 15 17 ഒരു 20-25 പാൻസ് ഉണ്ട്. എന്നിട്ടും അമ്മ പറയും ഞാൻ എപ്പോഴും 2-3 പാൻസ് ഇട്ടുകൊണ്ട് നടക്കുള്ളൂ. ഇത് കുറച്ച് ഒതുക്കിയ ഷർട്ട്സ് ആണ്. പക്ഷെ ഇതൊന്നും അല്ല കളക്ഷൻസ്. ഞാൻ മെയിൻ ആയിട്ടുള്ള കാണിച്ചു തരാം. ജാക്കറ്റ്സും വിന്റർ ക്ലോത്ത്സും കുറച്ച് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടത്തെ ഒരു ചെറിയൊരു തിയേറ്ററിലും തണുപ്പിലൊക്കെ പോകാൻ പറ്റുമ്പോൾ ഇടാൻ പറ്റിയ ഇങ്ങനത്തെ ഡെനിമിന്റെ ഒക്കെ ജാക്കറ്റ്സും ഡെനിമിന്റെ ഒക്കെ ഓവർ കോട്ട്സ് പോലത്തെയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. വിന്റർ കോട്ട്സ് വെച്ചിരിക്കുന്ന വേറെ ഒരു 4-5 പെട്ടികളും ഉണ്ട്. ഇതേ പിന്നെ എൻ്റെ കുറച്ച് ഇത് തേക്കാൻ കൊടുക്കാനുള്ള കുറച്ച് ഷർട്ട്സ് ആണ്. ഇതൊക്കെ നമ്മുടെ എക്സിബിഷനും അങ്ങനെയൊക്കെ തരുന്ന ഈ പ്രിന്റഡ് ഷർട്ട്സ് ഒന്നും ഞാൻ വാങ്ങിയതല്ല. എനിക്ക് ഒന്നില്ലെങ്കിൽ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സിന് അല്ലെങ്കിൽ എക്സിബിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബ്രാൻഡ്സ് അങ്ങനെ കുറച്ച് പേര് ട്രയൽ ചെയ്യാനും അങ്ങനെയൊക്കെ തന്നാണ് കൂടുതൽ പ്രിന്റഡ് ഷർട്ട്സ്. ഇതിൻ്റെ ട്യൂഷൻ ബാഗ് എന്തൊരു വെയിറ്റാണെന്നറിയോ? ഇത് ട്യൂഷൻ ബാഗാണ്. സ്കൂൾ ബാഗിന് വലിയ വെയിറ്റ് ഇല്ല, കാരണം ബുക്കൊക്കെ വീട്ടിൽ വെച്ചിട്ടോ അല്ല സ്കൂളിൽ വെച്ചിട്ടാണ് വരുന്നത്. ട്യൂഷൻ ബാഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ ഇതിന് ഓരോരുത്തരുടെ ബർത്ത്ഡേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൊടുത്ത ഗിഫ്റ്റാണ്. നമ്മൾ സൂക്ഷിച്ച് വെച്ച് അതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതാണെന്ന് തോന്നുന്നു വേദുവിൻ്റെ സ്കൂൾ ബാഗ്. അല്ല ഇതല്ല, ഇതിൽ ഏതോ ഒരെണ്ണമാണ് വേദുവിൻ്റെ സ്കൂൾ ബാഗ്, ഒരെണ്ണം ട്യൂഷൻ ബാഗ്. ഓക്കെ, സോ പ്രിന്റഡ് ഷർട്ട്സ് ഇത് ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിയതാ. ഇത് എനിക്കൊന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സ്. എൻ്റെ ഫ്രണ്ട് ആരും എനിക്ക് വാങ്ങി തന്നതാണ്. പിന്നെ ഇത് പ്രിയ വാങ്ങി തന്നത്. അങ്ങനെ പല രീതിയിലുള്ള പ്രിന്റഡ് ഷർട്ട്സ് ആണ്. ഇതൊക്കെ തേക്കാൻ കൊടുക്കാനുള്ളതാണ്. തേപ്പുകാരൻ മിക്കവാറും ലക്ഷാധിപതിയാവും. ഇതൊരു കിടിലൻ ഷർട്ടാണ്. എനിക്കിപ്പോൾ ഫിറ്റല്ല, പക്ഷെ എനിക്ക് അതിൻ്റെ ഡിസൈനും പാറ്റേണൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഹോപ്പ്ഫുള്ളി ഈ ഒരു ഷർട്ട് ഞാൻ ഉടനെ ഫിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഭയങ്കര ജിമ്മും അത്യാവശ്യം ഡയറ്റൊക്കെയാണ്. ഈ കാണുന്ന 1 2 3 പിന്നെ മുകളിൽ കാണുന്ന ആ സ്കൂട്ടർ പെട്ടി ഒഴികെ ബാക്കിയുള്ള എല്ലാ പെട്ടികളിലും വിന്റർ ക്ലോത്ത്സ് ആണ്. പ്ലസ് ഇതുപോലത്തെ ഒരു 3 പെട്ടിയും കൂടി ഉണ്ട്. അത് അമ്മയുടെ റൂമിന്റെ മുകളിൽ വെച്ചിരിക്കുക. അതിലും വിന്റർ ക്ലോത്ത്സ് ആണ്. വിന്റർ ക്ലോത്ത് കളക്ഷൻ തന്നെ ഒരുപാടുണ്ട്. അത് ഉപയോഗിക്കാൻ നമുക്ക് വർഷത്തിൽ 1-2 തവണയല്ലേ പറ്റാറുള്ളൂ. സോ അതിനു വേണ്ടി ഞങ്ങൾ ഹോപ്പ്ഫുള്ളി ഈ വർഷം ഒരു കിടിലൻ വിന്റർ ട്രിപ്പ് കൊണ്ടുവരും. ഹോപ്പ്ഫുള്ളി ഒരുപാട് പ്ലാനുകളൊക്കെ ആണ്. പക്ഷെ ഞങ്ങൾ
പോയ ഒരു സ്ഥലമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു വ്ളോഗിങ്ങിന് തുടങ്ങിയപ്പോ കണ്ടാണ് പോയത്. അത് തുടങ്ങിയിട്ടുള്ള സെക്കൻഡ് ഫോറിൻ സീരീസ് അങ്ങനെ ഇതുമായിരുന്നു. പ്രിയയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ്. ഹോപ്പ്ഫുള്ളി അങ്ങോട്ട് പോകാൻ പറ്റും. ടിക്കറ്റും നല്ല റേറ്റ് കിട്ടി, വിസയൊക്കെ അപ്രൂവൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ യൂറോപ്യൻ വിസയ്ക്ക് റിജക്ഷൻസ് ഒക്കെ കൂടുതലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ഇയർ നിങ്ങൾക്ക് നല്ല കിഡിലൻ വ്ളോഗ്സ് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഇത് വേദുവിന് വാങ്ങിയ പുതിയ അൽമാരിയാണ്. അവന്റെ ഡ്രസ്സുകളും വെക്കാൻ സ്ഥലം വേണ്ട. പ്രത്യേകിച്ച് ഞങ്ങളുടെ അൽമാരിയിലായിരുന്നു, ഇപ്പൊ അവന്റെ മാറ്റിയിട്ടുണ്ട്. പ്രിയ ഫുൾ ഒതുക്കി. മേളില് വേദുവിന്റെ പുതിയ ഡ്രസ്സുകൾ, അടിയിൽ വേദുവിന്റെ ഫുൾ സ്ലീവ് ടീഷർട്ട്സ് മാത്രം. ഈ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടേ ഫുൾ സ്ലീവ് ആണ് അവന് ചേരുന്നത്. ഇത് അവന് കെട്ടുന്ന പാൻസ് എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇപ്പം ഇതൊക്കെ കുട്ടികളുടെ പാൻസ് ആണ്. മെയിൻ പ്രശ്നം എന്താ പറയുക, ഇത് ലെഗിൻസ് പോലെ ഇരിക്കും. ഈ കെട്ടാത്ത പാൻസ് ആണ്. എല്ലാം യൂണിക്ലോൺ ആണ്. ഈ കാണുന്ന എല്ലാ പാൻസും യൂണിക്ലോൺ ആണ്. അങ്ങനത്തെ അത്. പിന്നെ വേദുവിന്റെ കുറച്ച് നൈറ്റ് ഡ്രസ്സസ്, വീട്ടിലിടുന്ന ഡ്രസ്സ്. ഈ ഒരു ഓർഗനൈസർ ബോക്സിൽ വേദുവിന്റെ അണ്ടർവെയർസും സോക്സും ഇതൊക്കെ കളയണം. പുതിയ സോക്സ് വാങ്ങിയിട്ടുണ്ട്. അവന്റെ യൂണിഫോം ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പഴയ സോക്സ് വേണ്ട, പൊട്ടിയായിട്ടുണ്ട്. ഇത് എൻ്റെ സോക്സ് ആണ്. അണ്ടർവെയർസ് ആണെങ്കിലും വേദുവിനും എല്ലാം യൂണിക്ലോൺ ആണ് എടുക്കുന്നത്. നല്ല സാധനമാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, കംഫർട്ടബിളും ആണ് യൂണിക്ലോന്റെ പ്രൊഡക്ട്സ്. അപ്പോൾ ഇത് വേദുവിന്റെ അൽമാരി ഒതുക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ ടീഷർട്ട്സ് മാത്രം. ഷർട്ട്സ് അപ്പുറം ഉണ്ടല്ലോ, ടീഷർട്ട്സ് മാത്രമാണ് ഈ കാണുന്നത്. ഇതെനിക്ക് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു വ്ളോഗിൽ തീരത്തില്ല. പക്ഷെ ഒരുവിധം ഒതുക്കി വെച്ചിട്ടുണ്ട്. സോ ഇതില് ഈ സൈഡിൽ കാണുന്നത് എല്ലാം വെളിയിലിടുന്നതാണ്. ഈ പച്ചയൊക്കെ എവിടെ നിന്നാണോ ഈ കളറൊക്കെ കിട്ടിയത് എനിക്ക്. അതുപോലെ തന്നെ ഇതും എല്ലാം വെളിയിലിടുന്നതാണ്. ഈ കാണുന്ന മൊത്തം ടീഷർട്ട്സ് എല്ലാം വെളിയിലിടുന്നതാണ്. ഇത് വീട്ടിലിടാനുള്ള കുറച്ച് ടീഷർട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ വെളിയിലിടുന്നത്, പണ്ട് വെളിയിലിട്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ വീട്ടിലിടാനുള്ളത്. ആൻഡ് ഈ കാണുന്നതെല്ലാം ജിം വെയർസ് ആണ്, ജിം ടീഷർട്ട്സ്. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ബാങ്കോക്ക് ഫാഷൻ എക്സിബിഷൻ ഞങ്ങൾ 3 പേരും മാച്ചിങ് ആയിട്ട് വാങ്ങിയതിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ജിമ്മിലിടുന്നതാണ് ടീഷർട്ട്സ്. കുറച്ച് ജാക്കറ്റ്സ്, ഇത് പിന്നെയും കുറച്ച് ഫുൾ സ്ലീവ് ഷർട്ട്സ്. ഇത് അയ്യോ ദൈവം തൊട്ടാ വീഴുമല്ല, ഹൗസ് ഓഫ് കാർഡ്സ് പോലെ, മറ്റേ ഡോമിനിക്കിൽ ഒരെണ്ണം തൊട്ട് കഴിഞ്ഞാൽ ഡോമിനോസ് പോലെ എല്ലാം വീഴും. പിന്നെ ഇത് കുറച്ച് പാൻസ്. സോ ഇത്രയും സാധനങ്ങളാണ് ഒതുക്കി ചെയ്തിരിക്കുന്നത്. കുറേ എണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് H&M കൊടുക്കും. കുറേ എണ്ണം നമ്മുടെ പുതിയ ഡ്രൈവറിനൊക്കെ കൊടുത്തായിരുന്നു. കാരണം ഒന്നും പഴയതായിട്ടില്ല, പക്ഷെ ഇട്ടിട്ട് നമുക്ക് യൂസ്ഡ് ആയതുകൊണ്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുമായിരുന്നു. അതൊക്കെ ഡ്രൈവറിനും പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഒരു ഡീക്ലട്ടറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്നത്. ഇതിൽ നിന്നൊന്നും കളയാനോ കൊടുക്കാനോ ഒന്നുമില്ല. ഇനി ഇത്രയും ടീഷർട്ട്സ് ഇടാനുണ്ട്. കളർഫുള്ളായി ഓരോ വ്ളോഗിലും വരാൻ പറ്റും. ഏറ്റവും ഫേവറേറ്റ് തൊപ്പി കളർഫുൾ. ഇങ്ങനെ എല്ലാ മുറിയിലും തൊപ്പി കാണാൻ പാടില്ല. അവനവന്റെ മുറി കൊണ്ട് വെച്ചാൽ മതി. ആ റൂമിലും ഉണ്ട്, ഈ റൂമിലും ഉണ്ട്, ഹാളിലും ഉണ്ട്. അത് പാടില്ല. ഇനി വൺ റൂം. പിന്നെ ഇത്രയും സാധനങ്ങള് ഞാൻ മനസ്സ് വിചാരിച്ചോണ്ട് നന്നായി ഒതുക്കാൻ പറ്റി. കഷ്ടപ്പെട്ട് ഒതുക്കിയതാണ്. എനിക്കൊന്നും ഞാൻ 2 ദിവസം എടുത്തത് മൊത്തം ഒതുക്കാനായിട്ട്. ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്റെ അടപ്പ് തെറിച്ചു. എന്റെ ഇത് കണ്ട, ഇത് അവന്റെ ടീഷർട്ട് മാത്രാണ്, ഷർട്ട്സ് ഇല്ല കേട്ടോ. ഷർട്ട്സ് ഞാൻ കാണിച്ചു അപ്പുറത്ത്. ഓ കണ്ട ഫ്രണ്ടില്. പാവം എന്ത് കഷ്ടപ്പെട്ട് ഇത്രയും മടക്കാൻ. നിങ്ങൾ പഴയത് മാറ്റി. ഇനിയിപ്പം കുറച്ച് തേക്കാനുണ്ട്, അത് മാറ്റി വെച്ചു. വേറെ തേക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു. പിന്നെ വൈറ്റ്സ് സെപ്പറേറ്റ് ആയി ഇതൊക്കെ ചെയ്തേ. സെപ്പറേറ്റ് ആയിട്ട് വൈറ്റ്സ് ഞാൻ കുറച്ച് മാറ്റി. അത് വൈറ്റനിങ് പൗഡർ ഇട്ട് നനയ്ക്കാനുണ്ടായിരുന്നു. സോ അത് നനച്ചു വെച്ചിട്ടുണ്ട്. ശരി, ഇതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതാണ്. കഷ്ടപ്പെട്ട് പാവം. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും വീട്ടില് അതുപോലെ ഡീക്ലട്ടറിങ്, ഐ മീൻ വേണ്ടാതെയും അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഡേർട്ടി ആയി ക്ലോത്ത്സ് കിടക്കുന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കാത്ത ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ വേഗം ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഫെൻഷുവേ ഒക്കെ അനുസരിച്ച് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി ആ ഒരു ക്ലോത്തിങ്ങിലേക്ക് കൂടെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോത്ത് മാത്രമല്ല, നമുക്ക് വേണ്ടാത്ത എന്ത് സാധനം, പാത്രം ആയാലും ഡ്രസ്സായാലും ഈറ്റബിൾസ് ആയാലും നമുക്ക് വീട്ടിൽ ആവശ്യമില്ലേ, തിന്നാൻ ആരും കഴിക്കാൻ ആരുമില്ല, ഇടാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ അപ്പളേ ഡിസ്പോസ് ചെയ്തേക്ക്. എന്തെങ്കിലും ചെയ്യാം.
കാരണം അത് വീട്ടിൽ വെക്കുന്നത് നമ്മുടെ അനുഭവം കൊണ്ട് പറഞ്ഞാലും പിന്നെ ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്. ഈ ചൈനയിലൊക്കെ പോകുമ്പോഴാണ് എനിക്ക് ഞാനും കേട്ടിട്ടുണ്ട് ഒരിക്കലും അമ്മ പറഞ്ഞു പഴയത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം. അതാണ് എപ്പോഴും ഡീക്ലട്ടർ ചെയ്യുക, ഹോർഡിങ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ക്ലോതിങ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ കളയാതിരിക്കുന്നത്. പിന്നെ ഇതുപോലെ പഴയ പാത്രങ്ങളും ഫുഡും എന്തുണ്ടെങ്കിലും ഡിസ്പോസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കാണും. സോ ഏകദേശം ഞാനൊന്ന് കൗണ്ട് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നൊരു വെളിയിലിടുന്നത് ഒരു 123 to 25 ടീഷർട്ട്സ് ആണ് ഉള്ളത്, പ്ലസ് ഷർട്ട്സും പിന്നെ ജിമ്മിൽ ഇടാനുള്ളതും. കാരണം പണ്ട് ജിമ്മും ഷട്ടിലും ഡാൻസും 3 ഉള്ളതുകൊണ്ട് ഒരു ദിവസം 3 പ്ലസ് വീട്ടിലിടാം 4 ഔട്ട്ഫിറ്റ്സ് വേണമായിരുന്നു ഈ ഡ്രൈ ഫിറ്റ് പോലത്തെ. പക്ഷെ അതൊക്കെ കുറെ ഡാമേജ് ആയി പോയി. അപ്പൊ കുറെ കൂടെ ഇങ്ങനത്തെ വാങ്ങാനുണ്ട്. എന്ത് എന്തായാലും ഞാൻ തന്നെയാണ് ഇതൊക്കെ ഒതുക്കി മടക്കി. ഞാൻ ഇത്രയും ചെയ്തതിന് എനിക്ക് എന്ത് തരും? അത് എന്ത് തരും? അമ്മയുടെ ബർത്ത്ഡേ ആവട്ടെ, അന്ന് ഞാൻ ഒരു സംഭവം തരുന്നതായിരിക്കും, പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. അത് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് ഈ ജോലി ചെയ്തതിന് ഒരു എത്ര കൊടുത്ത ആരെങ്കിലും നിന്ന് ചെയ്യോ? അതെല്ലാം ചേർത്തിട്ടാണ് അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് ഒരു 10 ക്വാളിറ്റി സ്ട്രീറ്റ്. അയ്യടപ്പ് തന്നെത്താൻ തിന്നേച്ചാ മതി, എനിക്കൊന്നും വേണ്ട. ഒരു ക്വാളിറ്റി സ്ട്രീറ്റും കൊണ്ട് എന്നെ പറ്റിക്കാൻ നോക്കുന്നത് എന്താ? അമ്മയ്ക്ക് ഫേവറേറ്റ് അല്ലേ? അതൊക്കെ മാറ്റി ഞാൻ നിർത്തി. പിന്നെ ഒരു പെർഫ്യൂം കൊണ്ടൊന്നും തന്നില്ലേ? ആർക്ക് വേണം എന്നുള്ള ഇച്ചിരി മറ്റേ കൂടിയ സാധനം കൊടുത്തു. ഏതാ കൊടുത്തെന്ന് അറിയോ? ആ പാക്കോ റബാനയുടെ മറ്റേ 1 മില്യന്റെ ഊത റോയലും കണ്ട് ഒരു ഗോൾഡൻ കളർ ഇപ്പൊ കൊണ്ടുവന്നപ്പോ തന്നില്ലേ? അത് ചൈന ട്രിപ്പ് പോയതിന് വന്നതിന്റെ പാക്കേജ് ആണത്. എനിക്ക് ഗിഫ്റ്റ് തന്നത്. ആയിക്കോട്ടെ, അത് പോയിട്ട് വന്നതിന്റെ ഗിഫ്റ്റ്. ഈ ഷർട്ട് പണിക്കതിന്റെ ഗിഫ്റ്റിന്റെ കണക്ക് പറ. ബർത്ത്ഡേ ആകുമ്പോ എനിക്ക് ക്വാളിറ്റി സ്ട്രീറ്റ് ഒന്നും ഇല്ല. എത്തിച്ചു തരുന്നതായിരിക്കും. യൂറോപ്പിലാണ് ഏറ്റവും നല്ലത് കിട്ടുന്നത്. ഇടാ മോനെ, തന്നെത്താൻ കഴിച്ചാ മതി. പിന്നെ ഇത് കണ്ടോ? അത് കാണിച്ചു ഞാൻ. ഇത് ആനക്കെടുത്ത പൊങ്ങാത്ത ജാക്കറ്റുകളാണ്. അല്ല, ഇത് ജാക്കറ്റ് അല്ല, അങ്ങനത്തെ ടീഷർട്ട്സ്. ഹെവിയാണ് അത് തന്നെ. കുറെ സ്വെറ്റ് ഷർട്ട്സും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ കുറച്ച് പാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പക്ഷെ എല്ലാം ഒന്നും പുതിയതല്ല. 12th ഗൾഫിൽ നിന്നുള്ളത് തൊട്ടുണ്ടല്ലോ, വീട്ടിലുള്ള തൊട്ടുണ്ട്. ദാറ്റ് മീൻസ് ലൈക്ക് ബിഫോർ 12th അതുവരെ ഉള്ള തൊട്ടുണ്ട്. പക്ഷെ അതും കുറച്ച് ഞാൻ കളഞ്ഞിട്ടുള്ള കാരണം അതിൽ എപ്പോഴെങ്കിലും ഞാൻ വീണ്ടും ഫിറ്റ് ആവുന്നുള്ളൊരു ഭയങ്കര ഡയറ്റ് ആയിട്ടാ. ഭയങ്കര ആളെ കണ്ടാലും പറയും ഇപ്പൊ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. ഈ ജീൻസ് വന്ന് പാന്റൊക്കെ എല്ലാം അവന്റെ അന്മാരിന്ന് വലിച്ചിറക്കി ഞാൻ ഇങ്ങനെ വച്ചിരിക്കുക. ഇഷ്ടം പോലെ ഉണ്ട്. ഇതില് ഒരു 50% പോലും അവൻ യൂസ് ചെയ്യാത്തതാണ്. അത് കാണാത്തോണ്ടായി മേളിലിരിക്കുന്ന മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് എടുത്ത് നോക്കി അതിൽ വേണ്ടാത്ത നിനക്കത് ഇനി ഇടൂല എന്നുള്ളത് മാറ്റി തരിക. ഇതാണോ? ആ സെറ്റ് ഫുള്ള്. അതൊന്നും അതൊക്കെ ടീഷർട്ട്സ് ഒക്കെ നമ്മൾ വേണ്ടാത്തത് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ കുറച്ച് പാൻസും ജീൻസും കൂടെ മാറ്റാനുണ്ട്. ഇതും എനിക്ക് കാണിക്കണ്ട. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇത് കണ്ട ഒരു പ്ലെയിൻ വൈറ്റ് ടീഷർട്ട് ആയിട്ട് തോന്നും. പക്ഷെ ഇത് കംപ്ലീറ്റ് ഇത് കണ്ട അത്യാവശ്യം നല്ലൊരു ടീഷർട്ടാണ്. പക്ഷെ ഇത് SPF UV പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സംഭവമാണ്. ഇതിപ്പോ ചൈനയിൽ ഭയങ്കര ക്രേസ് ആണ്. എല്ലാവരും UV പ്രൊട്ടക്ഷൻ ടീഷർട്ട്സ് ആണ് ഇടുന്നത്. ഇത് MLBയുടെ ബ്രാൻഡിന്റെ എസ്പെഷ്യലി ഞങ്ങൾ രാവിലെ ബാങ്കോക്കിലൊക്കെ ഷോപ്പിംഗ് ഇറങ്ങുമല്ലോ, അപ്പൊ ഫുൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണെങ്കിലോ സെലക്ഷൻസിനൊക്കെ, അതിലൊക്കെ ഇടുന്ന സംഭവമാണ് ഇത്. പക്ഷെ വൈറ്റ് എന്നൊക്കെ പറയുന്നത് ദിലുവിന് ഒരു പ്രാവശ്യം ഇട്ടാ പിന്നെ സ്വാഹ എന്ന് പറഞ്ഞാൽ പിന്നെ ഇടേണ്ടി വരില്ല. അതിൽ എന്തെങ്കിലും കറിയുടെ തുള്ളി കൊണ്ട് അങ്ങ് ഇട്ടിച്ചു നോക്കി അതൊരിക്കലും പോത്തുമില്ല. അതൊരു പാടാണ്. ഞാൻ എപ്പോഴും വൈറ്റ് ടീഷർട്ട് തന്നെ വാങ്ങും ചെയ്യും. കാരണം എനിക്കറിയാം അത് പഴയ വൈറ്റ് ടീഷർട്ട് 1-2 തവണ ഇട്ട് കഴിയുമ്പോഴേക്കും അത് വൃത്തികേടായി പോകുന്നത്. ഇത്രയാണ്. ഇപ്പൊ അമ്മ ബ്ലോഗറിനെ പോലെ അല്ല, ക്യാമറ ഒക്കെ പിടിച്ചോണ്ട് ക്ലോസപ്പ് ഒക്കെ. നീ കാരണല്ലേ ഞാൻ ഇതൊക്കെ ആയത്. ക്യാമറ പിടിക്കാൻ പോലും ഫോൺ പിടിക്കാൻ പോലും അറിയാതിരുന്നു ഞാൻ. ഇപ്പൊ എന്തൊക്കെയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഇത്രയൊക്കെ മതി. കുറെ പേര് കമന്റ് ചെയ്തായിരുന്നു കേട്ടോ, അമ്മയുടെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു. അത് നന്നായും പോയി. പണി നോക്കാൻ പറ. ആരാ പറഞ്ഞവര് എന്നെ വിളിക്കാൻ, എന്റെ നമ്പർ കൊടുക്ക, പടപടപടപടയെന്ന് ഡോസ് തരും. എന്റെ ബ്രേസ്ലെറ്റ് എന്നെ കുറിച്ച് പറഞ്ഞ കേട്ടാ. ബ്രേസ്ലെറ്റിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. ആന്റി ഭയങ്കര അയ്യോ ഇങ്ങനത്തെ ഒരു ആന്റിയാന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ സന്തോഷമുള്ളൂ. എന്റെ ബ്രേസ്ലെറ്റും മോതിരത്തിനെ തൊട്ട് കളിച്ചാൽ തീർന്നു തന്നെ. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഡീക്ലട്ടറിംഗ് വീഡിയോ ആയിരുന്നു. കുറെ സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോ ബ്ലോഗ്സിലൊക്കെ കുറെ കൂടെ കളർഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. മാറി മാറി ഇടും ഡ്രസ്. ഇതെല്ലാം ഇനി റെഗുലർ ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. മോസ്റ്റ്ലി ഇനി സൺഡേ ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും വരുന്നത്. സോ അതിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. മിക്കവാറും പോഡ്കാസ്റ്റ് അമ്മയായിരിക്കും ഗസ്റ്റ്.
അമ്മയുടെ ലൈഫ് സ്റ്റോറി ആയിരിക്കും ഞാൻ ചെയ്യാം. എനിക്കൊരു ലൈഫും ഇല്ല, ഒരു അമ്മയുടെ സ്റ്റോറി പറയാനാണെങ്കിലുണ്ടല്ലോ ഒരു 4 മണിക്കൂർ ഇപ്പൊ വിജയബാലയുടെ പോഡ്കാസ്റ്റ് വന്നു. ആരാ? മറ്റേ കിങ്ഫിഷർ ബിയറിന്റെ ഓണർ. എനിക്കറിയില്ല അയാളെ ഒന്നും. കിങ്ഫിഷർ ബിയർ അറിയാലോ, അതിന്റെ ഓണർ. 4 മണിക്കൂറായിരുന്നു പോഡ്കാസ്റ്റ്. എന്നിട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതുപോലെ അമ്മയുടെ കഥയായിരിക്കും അടുത്ത ട്രെൻഡിങ്. വേണ്ട, ഒരു ട്രെൻഡിങ് എന്റെ കഥ. പ്രശ്നം അറിയാം, അമ്മ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല. അത്രയും കഥ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും ഇടയ്ക്ക് മിണ്ടിയ പറയും, ആൾക്കാർ കമന്റ് ചെയ്യും, ഇതിലും മിണ്ടാതിരിക്കും, അമ്മേനെ പറയാൻ സമ്മതിപ്പിക്കാൻ. അതുകൊണ്ട് അമ്മയുടെ പോഡ്കാസ്റ്റ് ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരിക്കും. ഞാൻ മിണ്ടാതെ ഇരുന്ന് പറയുന്നത് മൊത്തം കേൾക്കണം. നോക്കാം, പറ്റുമെങ്കിൽ സൺഡേ അതായിരിക്കും പണി നോക്കി വെച്ചാൽ മതി. അത് എനിക്ക് തരാളി മാർക്ക് നീങ്ങ അതൊക്കെ കാണിക്കട്ടെ ഒന്നും കൂടെ. കണ്ടോ, നിങ്ങൾ എനിക്ക് അവാർഡ് തരണ്ടേ? നോക്ക് എന്ത് ഭംഗിയായിട്ട് ഇരിക്കുന്നത്. ഇതൊക്കെ അവൻ വലിച്ചൊക്കെ എടുത്തിട്ടാട്ടോ ഇങ്ങനെയൊക്കെ വീണത്. ഇല്ലെങ്കിൽ ഭംഗിയായിട്ട് ഇരുന്നേനെ. കണ്ടോ കണ്ടോ കണ്ടോ, നന്നായിട്ടുണ്ട്. കണ്ട എല്ലാം സെക്ഷൻ വൈസാ വെച്ചിരിക്കുന്നത്. അതൊക്കെ കുർത്തിയാണ് ഈ വൈറ്റ്. ഒരു കാര്യം കൂടെ ചേർന്നു, അത് ഞാൻ ഇനി ചെയ്യും. വൈറ്റ് ഒക്കെ ഒരുമിച്ച് ബ്ലാക്ക് ഒക്കെ ഒരുമിച്ച് വയ്ക്കണം. ബാക്കി കളറൊക്കെ പച്ച ഒരുമിച്ച്. എന്തായാലും അമ്മക്ക് പണിയൊന്നും ഇല്ലാതെ പോയേച്ചാ മതി. ദിലുവിനെ പിടിച്ചേ, നിന്റെ മൊബൈലും കൊണ്ട് നീ പോയേ. അയ്യടാ, എന്നെ അടുക്കളയിൽ നിന്ന് അവന് സ്വീറ്റ് പൊട്ടറ്റോ എന്താ പുഴുകാൻ പറഞ്ഞു. രാത്രി സ്വീറ്റ് പൊട്ടറ്റോയും ബീഫും അല്ലെങ്കിൽ അങ്ങനെ ലീൻ ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. അത് എന്റെ അടുത്ത് ഉണ്ടാക്കാൻ പറയാൻ അവിടെ കണ്ടിച്ചോണ്ടിരുന്നിടത്ത് നമ്മ 1 മിനിറ്റ് വന്നേ വീഡിയോ ഒന്ന് എടുത്തേന്ന്. എന്നിട്ട് മതി മതി, വെക്കോ. ബൈ.